ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു റെഡിമെയ്ഡ് കുർത്തിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, ഇത് ഡബിൾ എക്സൽ കുർത്തിയാണ്, നല്ല വലുപ്പമുള്ള കുർത്തിയാണ്. അപ്പോൾ ഇത് ചെറുതാക്കി എടുക്കണം. ചെറുതാക്കിയെന്ന് പറഞ്ഞാൽ മീഡിയം സൈസിലാക്കി എടുക്കണം. അപ്പോൾ എല്ലാ ഭാഗവും കട്ട് ചെയ്ത് എടുത്ത് വേണം നമുക്ക് ഓൾട്ടർ ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സ്ലീവ് അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചുരിദാർ വെട്ടി തയ്ക്കുന്നത് പോലെ തന്നെ കറക്റ്റ് സൈസിന് വേണം നമുക്ക് വെട്ടി ചെറുതാക്കാനായിട്ട്, ഓൾട്ടർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ തീരെ മെലിഞ്ഞവർക്ക് എന്താ പറയുക, കുർത്തിയൊക്കെ എടുത്ത അളവായിട്ട് കിട്ടുകയില്ല. അപ്പോൾ ആദ്യം നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷോൾഡർ കറക്റ്റ് ലെവലിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. 6.5 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. ഇതിൽ 2 ഇഞ്ച് കൂടുതലാണ്. എന്നിട്ട് അതിന് ശേഷം ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോൾ ഒരു 6 ഇഞ്ച് വരെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതൊരു ബോക്സാക്കി മാറ്റുക. അതിനുശേഷം സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ കർവ് വരച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഡബിൾ എക്സൽ കുർത്തി എം സൈസിലാണ് ആക്കിയെടുക്കാൻ പോണത്, മീഡിയം സൈസിൽ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത്, നിങ്ങളുടെ ചെസ്റ്റ് അളവ് അല്ലെങ്കിൽ കുർത്തിയുടെ അളവ് അതെടുത്തിട്ട് വേണം അളവെടുക്കാനായിട്ട്. ഓക്കെ. എന്നിട്ട് ചെസ്റ്റ് അളവ് 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഏറ്റവും മുകളിൽ ഷോൾഡറിൽ നിന്ന് നമുക്ക് വേസ്റ്റിൻ്റെ അളവ് 14 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടുത്തെ വിട്ടും കൂടെ മാർക്ക് ചെയ്യണം. വിട്ട് 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ഇഞ്ച് തയ്യൽ തുമ്പം കൂടെ കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഓപ്പൺ സ്ലിറ്റ് അതെല്ലാം ഇറക്കം ജാസ്തി ആയിരിക്കും. അപ്പോൾ അതും കറക്റ്റ് ലെവലിലൊന്ന് ആക്കിയെടുക്കാം. 19 ഇഞ്ച് അവിടുത്തെ വിട്ടും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടുത്തെ വിട്ട് 8.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെസ്റ്റ് അളവിനെക്കാട്ടിയും 1 ഇഞ്ച് കൂടുതലെടുത്തിട്ട് 8.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. 2 ഇഞ്ച് തയ്യൽ തുമ്പ്, 2 ഇഞ്ച് വേണ്ട, സ്ലിറ്റിൻ്റെ അവിടെ 1 ഇഞ്ച് മതിയാകും കേട്ടോ. അപ്പോൾ ഈ മാർക്കിംഗ് എല്ലാം ഒന്ന് ജോയിൻ്റ് ചെയ്ത് ഇങ്ങനെ ഒന്ന് ചേർത്ത് ഒന്ന് വരച്ചു കൊടുക്കുക. അതിന് ശേഷം കട്ട് ചെയ്യണം. അപ്പോൾ റെഡിമെയ്ഡ് കുർത്തി ഇതുപോലെയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്ക് മാത്രം തയ്ക്കേണ്ടതായിട്ട് വരില്ല. ബാക്കിയെല്ലാം ചുരിദാർ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ നല്ല കുറച്ച് പണിയുള്ള എന്താ പറയുക, കുറച്ച് കഷ്ടപ്പെട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ കറക്റ്റ് ഫിനിഷിംഗ് ആയിട്ട് ഫിറ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇത് നന്നായി മെലിഞ്ഞിട്ടുള്ളവർക്ക് ഇത്രയും എന്താ പറയുക, ഇത്രയും പണി ചെയ്യേണ്ടതായിട്ട് വരും. അതല്ല വണ്ണമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ സാധാരണ സ്ലീവ് ചിലപ്പോൾ എല്ലാം കറക്റ്റായിരിക്കും, വെട്ടേണ്ടതായിട്ട് വരില്ല, ഷോൾഡർ വെട്ടേണ്ടതായിട്ട് വരില്ല, ഷേപ്പ് മാത്രം ചെയ്താൽ മതിയാവും. അപ്പം നല്ലോണം വണ്ണം കുറഞ്ഞവർക്ക് ഈ മെത്തേഡിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, കാണിക്കാം. ആ സ്ലിറ്റിൻ്റെ ഭാഗവും കൂടെ ഓപ്പൺ ചെയ്യേണ്ടതാണ്, കാണിക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് ആം ഹോളിൽ ഒന്ന് കുഴിച്ച് വെട്ട്, ഒരു 1/4 ഇഞ്ച് അളവിന് ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കണം. എങ്കിലും നമ്മൾ എന്താ പറയുക, സാധാരണ ചുരിദാർ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണ മെത്തേഡിൽ കിട്ടുകയുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടേക്ക് ചുളിവുകൾ വരും. എത്ര തന്നെ ഓൾട്ടർ ചെയ്താലും പിന്നെയും അവിടെ ചുളിവ് വന്ന് വൃത്തികേടായിട്ടുണ്ടാവും. അപ്പോൾ ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് എല്ലാം പെർഫെക്ഷനോടെ ചെയ്യുക. അപ്പോൾ കട്ടിങ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്നും കൂടെ നോക്കാം. ആദ്യം ഷോൾഡർ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. നെക്ക് കുറച്ച് ഇറക്കം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഷോൾഡർ കുറച്ച് താഴെ ഒരു 1/2 ഇഞ്ച് താഴേക്ക് സ്റ്റിച്ചിട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നോർമൽ അളവിൽ തന്നെ, അതേ അളവിൽ തന്നെ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ സ്ലീവ് നേരത്തെ അഴിച്ച് വെച്ചല്ലോ, അത് ഇറക്കം കുറയ്ക്കണമെങ്കിൽ അങ്ങനെ. ഇത് 3/4 ആയതുകൊണ്ട് ഒന്നും ചെയ്യാനായിട്ടില്ല. അപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ സ്ലീവിൻ്റെ സെൻറ്ററും കുർത്തിയുടെ സെൻറ്ററും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് വേണമെങ്കിൽ പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരറ്റം മുതൽ കറക്റ്റ് മറ്റേ അറ്റം വരെ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യാൻ അറിയാത്തവർ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി സ്റ്റിച്ച് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, വ്യത്യാസം വരാതെ കറക്റ്റായി അളവിനായിട്ട് കിട്ടും. അതല്ല ഒരറ്റത്ത് നിന്ന് തയ്ക്കാൻ കറക്റ്റായിട്ട് തയ്ക്കാൻ അറിയാവുന്നവർ അങ്ങനെ ചെയ്യുക കേട്ടോ. ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത സ്ലീവും അതുപോലെ തന്നെ. ഞാൻ എപ്പോഴും ഒരു ഭാഗത്ത് നിന്നാണ് തയ്ക്കാറായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പിൻ ചെയ്ത് വെക്കുക. അതല്ല കറക്റ്റ് സെൻറ്ററിൽ നിന്നിട്ട് അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും സെപ്പറേറ്റ് ആയിട്ട് തയ്ച്ച് കൊടുത്താൽ മതിയാകും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ കറക്റ്റ് സൈസിന് ഇതുപോലെ 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ തയ്യൽ തുമ്പ് വിട്ടിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഡബിൾ സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ 2 സ്ലീവും കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്.
സ്ലീവിൻ്റെ താഴെയെല്ലാം ഓൾറെഡി സ്റ്റിച്ച് ഉണ്ട്, അതുകൊണ്ട് അതൊന്നും ചെയ്യണ്ട. ഇനി സ്ലീവിൻ്റെ വിട്ടും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം സൈഡ് ജോയിൻ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ സ്ലീവിൻ്റെ വിട്ട് 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ 4.5 ഇഞ്ചിൽ നിന്ന് നമ്മൾ ചെസ്റ്റ് അളവ് 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തില്ല, അതിലേക്ക് ഇതുപോലെ ലൈൻ ഇട്ട് ജോയിൻ്റ് ആക്കി എടുക്കുക. ഇനി സൈഡ് കൂട്ടിയെടുക്കാം. അപ്പോൾ കറക്റ്റ് സൈസിന് വെച്ചിട്ട് ലോക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ മാർക്കിങ്ങിലൂടെ തന്നെ കറക്റ്റായിട്ട് കൊണ്ടുവരിക. ആം ഹോളൊക്കെ എത്തുമ്പോൾ ആ തുണി ഉണ്ടല്ലോ, സ്ലീവിൻ്റെ ആ തുണിയെല്ലാം കറക്റ്റ് ലെവലാക്കി ഒന്ന് കൊടുത്തിട്ട് വീണ്ടും താഴേക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോവുക. സ്ലിറ്റിൻ്റെ ആ ഭാഗം എത്തുമ്പോൾ എന്താ പറയുക, സ്റ്റിച്ച് നിർത്തിയിട്ട് റിട്ടേൺ ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. സൂചി വെളിയിലെടുക്കാതെ അവിടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് തന്നെ സ്ലീവിൻ്റെ ആ അറ്റം വരയ്ക്കും തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഡബിൾ സ്റ്റിച്ച് ഒന്നിച്ച് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്റ്റിച്ചും കൂടെ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇത് അടുത്ത സൈഡും അതുപോലെ തന്നെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ചെയ്തെടുക്കുകയാണ്. സ്ലിറ്റിൻ്റെ ഭാഗം എത്തുമ്പോൾ അതുപോലെ ലോക്ക് ചെയ്തിട്ട് 2 സൈഡും അപ്പോൾ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഓൾട്ടർ ചെയ്ത് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 2 അല്ല 1 സ്റ്റിച്ച് കൂടുതലും കൂടെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വണ്ണം കൂടുതലാവുകയോ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ അഴിച്ചെടുക്കാനായിട്ട് 1-2 സ്റ്റിച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് സൈഡ് നല്ലോണം ഷേപ്പാക്കി കൂട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഷേപ്പിന് കിട്ടിയിട്ടുണ്ട്. ഇനി സ്ലിറ്റാണ് നമുക്ക് തയ്ക്കാനായിട്ടുള്ളത്. അപ്പോൾ സ്ലിറ്റ് ചെയ്തപ്പോൾ ഇതുപോലെയാണ് ഉള്ളത്. ഞാൻ സ്റ്റിച്ച് അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, എങ്കിൽ അവിടെ കറക്റ്റായിട്ട് ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ആ എന്താ പറയുക, സ്ലിറ്റിൻ്റെ ആ ഭാഗം എത്തുമ്പോൾ കുറച്ച് ക്രോസ് ആയിട്ട് പോയിട്ട് കറക്റ്റ് ഷേപ്പിന് കിട്ടില്ല. അപ്പോൾ അഴിച്ചെടുത്തിട്ട് പിന്നെ വീണ്ടും കറക്റ്റായിട്ട് നമ്മുടെ അളവിനായിട്ട് ആദ്യം ഇതിൽ 1/4 ഇഞ്ചാണ് മടക്കിയിട്ടുള്ളത്. നമ്മളിപ്പോൾ 1/2 ഇഞ്ച് മടക്കിയിട്ട് വീണ്ടും ഒരു 1/2 ഇഞ്ച് സാധാരണ ചെയ്യുന്നത് പോലെ അങ്ങനെയാണ് മടക്കി തയ്ക്കുന്നത്. അപ്പോൾ സ്ലിറ്റിൻ്റെ വീതി അധികം ആരും കുറയ്ക്കാനായിട്ട് കൂടുതലാണെന്നുണ്ടെങ്കിൽ സ്ലിറ്റിൻ്റെ ആ ഭാഗം സൈഡും കട്ട് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിലിപ്പോൾ സ്ലിറ്റിൻ്റെ ഭാഗം കറക്റ്റായിട്ടാണ് നമ്മൾക്കുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഹിപ്പിൻ്റെയും ഈ തൊടയുടെ ഈ ഭാഗമൊക്കെ കാണും. ഒരുപാട് ലെവലാക്കി എടുത്തുന്നുണ്ടെങ്കിൽ ഒരുപാട് കാലൊക്കെ ഇങ്ങനെ കാണാൻ വെളിയിൽ കാണും. അങ്ങനെയുള്ള എന്താ പറയുക, അത് ബോറായിരിക്കും. അപ്പോൾ സ്ലിറ്റിൻ്റെ അവിടെ കുറച്ച് വീതി ഉള്ളത് നല്ലതാണ്. അപ്പോൾ അത് വെട്ടിയൊന്നും എടുത്തിട്ടില്ല, ഞാൻ മടക്കി തന്നെ കറക്റ്റ് ലെവലിൽ ആക്കിയെടുക്കുകയാണ്, കാണിക്കാം. അപ്പോൾ ഒരു സൈഡ് തയ്ച്ചതിന് ശേഷം കറക്റ്റ് സെൻറ്റർ എത്തുമ്പോൾ അടുത്ത സൈഡും കറക്റ്റായിട്ട് ഇട്ടിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കുക. ചുളിവൊന്നും ഇല്ലാതെ വൃത്തിയായിട്ട് തയ്ച്ചെടുക്കുക. എന്തായാലും ചുളിവ് വരും. ഫൈനലിലൊന്ന് അയൺ ചെയ്ത് വൃത്തിയാക്കി എടുക്കണമെങ്കിൽ നീറ്റായിട്ട് കിട്ടുകയുള്ളൂ. താഴെ എന്നിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് എടുത്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു സൈഡ് ഇതുപോലെ സ്ലിറ്റ് തയ്ച്ച് എടുത്തിട്ടുണ്ട്. ചെറിയ ചുളിവുകളുണ്ട് കേട്ടോ, അതെന്തായാലും ഉണ്ടാകും. ഇനി ഒരു സ്റ്റിച്ചും കൂടെ എൻഡിങ്ങിൽ ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുത്താൽ കറക്റ്റ് ലെവലായി കിട്ടും. അതും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റ് എൻഡിങ്ങിൽ തന്നെ പതിച്ചടി കൊടുക്കുന്നത് പോലെ കറക്റ്റായിട്ട് ഇതുപോലെ നീളത്തിൽ തയ്ച്ച് കൊടുക്കുക. ആ സ്ലിറ്റിൻ്റെ ആ പോർഷൻ എത്തുമ്പോൾ സൂചി ഒന്ന് കുത്തി നിർത്തി അടുത്ത സൈഡും ലെവലാക്കി എടുത്തിട്ട് വി പോലെ ആ ഭാഗം കറക്റ്റായിട്ട് അങ്ങനെ വി പോലെ തയ്ച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഒരു സൈഡ് കഴിഞ്ഞ് അടുത്ത സൈഡും അതേപോലെ തന്നെ ഫിനിഷിംഗ് ആക്കി എടുക്കുക. കുർത്തിയുടെ രണ്ടാമത്തെ അടുത്ത ഭാഗത്തുള്ള സ്ലിറ്റും കറക്റ്റ് ലെവലാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കണ്ടോ, സ്ലിറ്റ് നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മൾ നോർമലായിട്ട് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ചെറിയ ചുളിവുണ്ട്, അത് എല്ലാം കഴിഞ്ഞിട്ട് അയൺ ചെയ്ത് കൊടുത്താൽ അത് വൃത്തിയാവുന്നതേ ഉള്ളൂ. അപ്പോൾ നന്നായി വൃത്തിയായി തന്നെ സ്ലിറ്റിൻ്റെ ആ ഭാഗം കണ്ടോ, കറക്റ്റായിട്ട് ചുളിവൊന്നും ഇല്ലാതെ നീറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത സൈഡ് ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ സ്ലിറ്റ്. അപ്പോൾ ഫിനിഷിങ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ XXL കുർത്തീനെയാണ് മീഡിയം സൈസിലാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് അയൺ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ചുളിവുണ്ട്. അപ്പോൾ ആം ഹോളും ബോഡി ഷേപ്പും എല്ലാം കറക്റ്റ് ഫിറ്റായിട്ടാണ് ഇപ്പോൾ നമ്മൾ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ കുർത്തിയൊക്കെ ഇഷ്ടപ്പെട്ട കുർത്തി വലിയതൊക്കെ എടുത്തു എന്ന് വെച്ചാൽ ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. കുറച്ച് സമയം മെനക്കെടാണ്, എങ്കിലും നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന അതേ എന്താ പറയുക പെർഫെക്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ താഴെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി സ്ലിറ്റ് കുറച്ച് വലുതാണെന്ന്. അപ്പോൾ ഞാനത് അധികം കട്ട് ചെയ്ത് എടുത്തിട്ടില്ല. ഇത് ലോങ് കുർത്തിയാണ്. ഒരുപാട് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഹിപ്പിൻ്റെ ആ സൈഡൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ എന്താ പറയുക ഫിനിഷിങ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വലിയ കുർത്തിയാണ് നിങ്ങൾ എടുത്തത്, ഇഷ്ടപ്പെട്ട കളറ് കിട്ടിയിട്ട് വലുതാണ് എടുത്തതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്ത് നോക്കുക. വണ്ണം ഉള്ളവർക്ക് പെട്ടെന്ന് ഷേപ്പാക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാതെ കിട്ടും. അതുപോലെ മെലിഞ്ഞവർക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാം കട്ട് ചെയ്ത് ലെവലാക്കി എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതണോ? ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. വീണ്ടും തുടർന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ കുക്കിംഗ് ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക്